ഹായ് വ്യൂവേഴ്സ്, ഇന്ന് ഞാൻ കുറച്ച് മുളകൊക്കെ പറിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. വേറെ എങ്ങോട്ടും അല്ല, നമ്മുടെ പറമ്പിൽ തന്നെയാണ്. ഈ കാന്താരി മുളക് എന്നാണ് ഞങ്ങളൊക്കെ പറയുന്നത്. ഇതിൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ട്. പറമ്പിലിങ്ങനെ വെറുതെ ഉണ്ടായിക്കോളൂ കേട്ടോ. ഇതിൻ്റെ തൈകൾ നമ്മൾ നട്ട് വെക്കുന്നതൊന്നുമല്ല. നമുക്ക് വീട്ടിലെ ആവശ്യമുള്ള മുളകും അതിലധികവും ഇതിൽ നിന്ന് തന്നെ കിട്ടാറുണ്ട് കേട്ടോ. ഇതിൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇത് ഞങ്ങളുടെ ഒരു ചെമ്പരത്തിമരമാണ്, കുറേ പ്രായമുള്ളൊരു ചെമ്പരത്തിമരമാണ്. ഇത് താളിയായിട്ട് ഉപയോഗിക്കാനും എണ്ണ കാച്ചാനൊക്കെ എല്ലാവരും ബെസ്റ്റായിട്ട് യൂസ് ചെയ്യുന്ന നാടൻ ചെമ്പരത്തിയാണ് കേട്ടോ. ഇതിൻ്റെ കുറേ തൈകൾ കുറേ പേരെന്നോട് വാങ്ങിച്ചിട്ടുണ്ട്. വേഗം തന്നെ പിടിച്ചു കിട്ടുന്ന ഒരു ചെമ്പരത്തിയാണ് കേട്ടോ ഇത്. അധികം കെയറൊന്നും വേണ്ടാതെ തന്നെ ഞങ്ങൾക്കൊക്കെ വേഗം തന്നെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ കൊടുത്ത എല്ലാവർക്കും ഇത് പിടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ, നശിച്ചു പോയിട്ടൊന്നുമില്ല. പിന്നെ ഇതൊക്കെ ആ പറമ്പിലുണ്ടായ മുളകാണ്, പറിച്ച് ഇതൊക്കെ തീർന്നതാണ്. പിന്നെ ഇതിൻ്റെ സെയിം ഒരു വൈറ്റ് ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷേ അതിൻ്റെ മുളകൊക്കെ തീർന്നു. ഇപ്പോൾ കാണിച്ചു തരാനില്ല കേട്ടോ. സെയിം തന്നെ വൈറ്റ് കളറിലാണ് മുളക് ഉണ്ടാവുക, നല്ല സൈസ് ഉണ്ടാവും. ഈ ഒരു രീതിയിലേക്ക് വരും കേട്ടോ. ഈ മുളകിൻ്റെ തൈ ഒരു കാലത്തും ഞങ്ങൾ നട്ട് വയ്ക്കാറില്ല, അല്ലാതെ തന്നെ ഞങ്ങൾക്ക് പറമ്പിൽ അവിടെ ഇവിടെയായിട്ട് ഇങ്ങനെ തൈ വന്നുകൊണ്ടേയിരിക്കും. ഓരോ മുളകുന്നും വീഴുന്ന മുളകും അല്ലാത്ത രീതിയിലൊക്കെ നമുക്ക് തൈകൾ എന്തായാലും ഉണ്ടാവും. അതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് നട്ട് വെക്കേണ്ട ഒരാവശ്യമില്ല കേട്ടോ. പിന്നെ ഈ തൈ പിടിച്ചു കിട്ടാൻ നല്ല പണിയാണെന്ന് കുറേ പേര് പറയാറുണ്ട്. എൻ്റെ അടുത്തും തൈ വാങ്ങിച്ച കുറേ പേർക്ക് പിടിച്ച് കിട്ടിയിട്ടുണ്ട്, സന്തോഷം. പിന്നെ ഇത് ഞങ്ങൾക്ക് ഇങ്ങനെ പിടിച്ചു കിട്ടാത്ത അവസ്ഥ വരുന്നില്ല, കാരണം അങ്ങനെ ഉണ്ടാവുന്നതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ കെയർ ചെയ്തൊന്നും വളർത്താറില്ല. തൈകളാണെങ്കിൽ ഈ പഴുത്ത മുളക് വെറുതെ മണ്ണിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തന്നെ ഒരുപാട് തൈകൾ വരാറുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ വേറെ കെയറൊന്നും ചെയ്യാറില്ല. നല്ല സൈസുള്ള മുളകാണ് കേട്ടോ, അതാ കണ്ടില്ലേ ഈ രീതിയിൽ. പിന്നെ അതൊരു സ്പെഷ്യൽ മുളകാണ്, ഇതിന് പർപ്പിൾ കളറാണ് കേട്ടോ. നല്ല രസമാണ് മുളക് കാണാൻ തന്നെ. പിന്നെ ഈ മുളകിൻ്റെ ചെടിയും കാണാൻ തന്നെ ഭയങ്കര രസമാണ് കേട്ടോ. ഇത് സാധാ മുളകിൻ്റെ ലീഫ് പോലെയല്ല, ലീഫ് സെയിമാണ്, പക്ഷേ കളറൊക്കെ കുറച്ച് ഡാർക്ക് ഷെയ്ഡിലേക്ക് വരും. ഒരു ലൈറ്റ് ഷെയ്ഡല്ല കേട്ടോ. സാധാരണ മുളകിൻ്റെ ഒക്കെ ഇത്ര ഒരു ഡാർക്കിൽ കാണാറില്ല. ഈ മുളക് പഴുത്താൽ അതുപോലെ വേറൊരു പ്രത്യേക രസമാണ്. ഇതിലിപ്പോൾ മുളക് ഉണ്ടായി തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ, കുറച്ചിങ്ങനെ മൂത്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ അത് പഴുത്ത് കിടക്കുന്നതും കൂടെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. 1-2 എണ്ണമൊക്കെ പഴുത്തിട്ടുള്ളൂ, നോക്കട്ടെ. അത് കാണാൻ നല്ല രസമാണ്. ഈ പഴുക്കാത്തതും പഴുത്തതും കൂടെ വരുമ്പം ഈ പ്ലാന്റ് തന്നെ കാണാൻ നല്ല അടിപൊളിയായിട്ട് തോന്നാറുണ്ട് കേട്ടോ. അവിടെ കാണുന്നില്ലല്ലോ, കുറച്ചൊക്കെ ഉണ്ടായിരുന്നു, അവിടെയും ഇവിടെയൊക്കെ ഓരോന്നുണ്ട്. ഞാൻ കുറച്ചൊക്കെ പറിച്ചു പോയെന്ന് തോന്നുന്നു. നല്ല രസമാണ് കേട്ടോ. അതിൻ്റെ ആ ഒരു ചെടി തന്നെ മൊത്തത്തിലൊരു നമുക്കൊരു അലങ്കാരം പോലെ വളർത്താൻ പറ്റും, അങ്ങനത്തെ ഒരു ചെടി മുളകാണ് കേട്ടോ. ഇതാ അതിൻ്റെ സൈഡിലൊക്കെ ഉണ്ട്, ഇതാ പഴുത്ത കണ്ടോ. ഇതിൻ്റെ സെയിം കളറിൽ ഉണ്ടമുളകും ഉണ്ട് കേട്ടോ. അതിപ്പോൾ എൻ്റെ അടുത്ത് ഇവിടെ സ്റ്റോക്കില്ല, അതിൻ്റെ തൈയൊക്കെ പോയിന്ന് തോന്നുന്നു, അങ്ങനെ കാണാനില്ല. ഞാൻ നോക്കി, ബാക്കിയൊക്കെ മറ്റേ നോർമൽ കാന്താരി മുളക് തന്നെയാണ് കാണുന്നത്. പിന്നെ സാധാരണ ഉണ്ടമുളകുണ്ട് കേട്ടോ, സാധാ കാന്താരീൻ്റെ കളറിൽ വന്നിട്ട് റെഡായിട്ട് വരുന്ന നല്ല രസമാണ്. അതും മരത്തിലിങ്ങനെ ഉണ്ടായി കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അങ്ങനത്തെ കുറച്ച് മുളകിൻ്റെ വെറൈറ്റീസാണ് എൻ്റെ അടുത്തുള്ളത്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അത് ഞാനൊന്ന് കായല്ലേ നോക്കട്ടെ, കുറച്ച് അപ്പുറത്തെ സൈഡിലുള്ള ഒന്ന് പോയി നോക്കിയിട്ട് വരാം. ഇവിടെ ഇതുമെന്ന് കുറച്ചും കൂടെ പറിക്കാനുണ്ട്, അതുകൊണ്ട് ഞാനതും കൂടി ഒന്ന് പറിച്ചിട്ട് ഞാനതൊന്ന് കാണിച്ചു തരാം കേട്ടോ. നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ മുളകൊക്കെ ഉണ്ടായത് പറിക്കാനൊക്കെ. ഇനി നമുക്ക് ഉണ്ടമുളകിൽ കായുണ്ടോ നോക്കട്ടോ. അതിൻ്റെ കായൊക്കെ ഏകദേശം പറിച്ച് കഴിഞ്ഞതാണ്, ഇനി 1-2 ഒക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇതാണ് കേട്ടോ ആ മുളക്, നല്ല ഭംഗിയാണ് ഇതും കാണാൻ. മരത്തിലിങ്ങനെ നിറയെ ഉണ്ടായി കിടക്കുന്ന കാണാൻ തന്നെ നമുക്കൊരു ഭംഗിയായിട്ട് തോന്നും. ഇത് നല്ലോണം കായ പിടിക്കുന്നൊരു മുളകാണ് കേട്ടോ, നല്ല രസമാണ്. മരത്തിൽ ഇതിൻ്റെ ഭംഗിയുണ്ടല്ലേ, ഇതിങ്ങനെ ഒരു ചെടിയിൽ കുറ്റിച്ചെടി പോലെയാണ് നമുക്ക് മുളക് ഉണ്ടാവുക. അതിലിങ്ങനെ നിറയെ നിൽക്കുമ്പോൾ നല്ലൊരു ഭംഗിയായിട്ട് തോന്നും. അതൊക്കെ അതാ പറിച്ച് കഴിഞ്ഞൊരു മരമാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.